ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയി കാണാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ജ്വല്ലറി മേക്കിംഗ് സപ്ലൈസ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പിട്ട് നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീഡഡ് ജ്വല്ലറി മേക്കിംഗ് വീഡിയോയും പിന്നെ സപ്ലൈസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതെന്തായാലും ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബീഡ്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീഡ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ഐറ്റംസ് എവിടെ നിന്നാണ് മേടിച്ചെന്നുള്ളതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നൊന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് കളക്ഷൻ ഓഫ് ബീഡ്സ്. ഇത് ഞാനൊരു കോംബോ ആയിട്ട് മേടിച്ച സെറ്റ് ഓഫ് ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ കിറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ചെയ്യാം. പിന്നെ ഈ ഒരു സെറ്റ് ബീഡ്സ് വന്നിട്ട് ഗ്രീൻ കളറിന്റെ വെറൈറ്റി കളേഴ്സ് ഓഫ് ഗ്രീൻ ഷെയ്ഡ്സ് ആയിരുന്നു. ബട്ട് ഞാനതിന്റെ അടപ്പ് അടക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് താഴത്ത് വീണ് മിക്സഡ് കളേഴ്സ് ആയി പോയിട്ടോ. പിന്നെ അത് തരംതിരിച്ച് വെക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ബട്ട് ഭയങ്കര നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണിത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള സെറ്റ്സ് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റത്തെ വന്നിട്ട് ഈ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ആണ്. ഇത് വന്നിട്ട് 3mm തിക്നെസ്സിൽ വരുന്ന റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. ഈ ഒരു ആക്സസറി മേക്കിങ്ങിന്റെ ഒരു കിറ്റ് കിട്ടും നമുക്ക്. ബിഗിനേഴ്സ് ഒക്കെ അത് മേടിക്കാനുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്ക് കളേഴ്സിന്റെ ഒരു ഷെയ്ഡാണിത്. ഇതിലിപ്പോ കംപ്ലീറ്റ് 3mm തിക്നെസ് വരുന്ന റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സെറ്റിൽ കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ട് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണുന്നത്. മാറ്റ് ഫിനിഷ് ഉണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് ബീഡ്സും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത വന്നിട്ട് ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് ആണ്. ഗ്രീനിന്റെയും അതേപോലെ തന്നെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡിന്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതിൽ. ഈ ബീഡ്സ് നോക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലുള്ള ബീഡ്സ് ആണ്, ഭയങ്കര ഗ്ലാസി ആണ്. അതേപോലെ തന്നെ ബീഡ്സ് എല്ലാം തന്നെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന ബീഡ്സും ഉണ്ട്. ഈ ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൽ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ ജ്വല്ലറീസ്, ഒരുപാട് ജ്വല്ലറീസ് മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. അടുത്ത സെറ്റ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് കൂടുതലും ഇതിൽ വന്നിട്ടുള്ളത്. ഈ സെറ്റുകളുടെ എല്ലാ ബീഡ്സും വന്നിട്ട് മിക്സഡ് കളേഴ്സ് ഓഫ് ഗ്ലാസ് ബീഡ്സ് ഉണ്ട്, മാറ്റ് ഫിനിഷ്ഡ് ബീഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലോസി ടൈപ്പ് ബീഡ്സും ഉണ്ട്. പിന്നെ അടുത്ത സെറ്റ് വന്നിട്ട് ബേസിക് ബീഡ്സിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇതിലുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡൻ കളർ, അതേപോലെ തന്നെ സിൽവർ കളർ, റോസ് ഗോൾഡ്, അങ്ങനെ എല്ലാ ബേസിക് കളേഴ്സും ഇതിലുണ്ട്. പിന്നെ വരുന്നതാണ് പേസ്റ്റൽ കളേഴ്സ്. പേസ്റ്റൽ കളേഴ്സ് ഗ്ലോസി ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ബീഡ്സ് വെച്ചിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള നെക്ലസും ഇതൊക്കെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ സൈഡിൽ പിക്ചേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കളേഴ്സ് ഒക്കെയാണ് ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ അടുത്ത ബീഡ്സ് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഓഫ് ബീഡ്സ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ബീഡ്സ് ഒക്കെയാണ്. അതിൽ കുറച്ച് ചാംസും വരുന്നുണ്ട്. ഈ കാണുന്ന ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, അതേപോലെ തന്നെ ഹെയർ ബാൻഡ്സ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ചാംസ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രേസ്ലെറ്റ് ആണെങ്കിലും നെക്ക് ചെയിൻസ് ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലെയർഡ് ടൈപ്പ് ഓഫ് നെക്ക് ചെയിൻസ് ഒക്കെ ഈ ചാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന സെറ്റ് ഓഫ് ബീഡ്സ്. പിന്നെ വരുന്നതാണ് ലെറ്റർ ബീഡ്സ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും വെറൈറ്റി കളക്ഷൻസ് ഓഫ് ബീഡ്സിൻ്റെ ഒരു സെറ്റാണ്. ഇത് വന്നിട്ട് സിൽവറിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. പിന്നെ ഞാൻ ഈ കാണുന്ന എല്ലാ സെറ്റും മേടിച്ചിരിക്കുന്നത് ടെമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ്. ടെമു എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല കേട്ടോ. മീഷോയിലൊക്കെ ഇതേ ടൈപ്പ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗോൾഡൻ കളർ സെറ്റ് ഓഫ് ബീഡ്സ് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോ എന്നാണ്. പക്ഷേ ഈ ഒരു ബീഡിന്റെ ക്വാളിറ്റി വന്നിട്ട് ഭയങ്കര മോശമാണ്. ഇത് നമുക്ക് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാം എന്നല്ലാതെ ജ്വല്ലറി മേക്കിങ്ങിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് പേസ്റ്റൽ കളേഴ്സിന്റെ ഒരു സെറ്റാണ്. പിന്നെ ഈ കാണുന്നത് വൈറ്റിന്റെ വെറൈറ്റി ടൈപ്പ് ഓഫ് ബീഡ്സ് ആണ്. അതിൽ ഈ കാണുന്ന ബീഡ് ഞാൻ നേരത്തെ ഗോൾഡൻ ബീഡിന്റെ ഒപ്പം മീഷോന്ന് മേടിച്ചിട്ടുള്ള ബീഡാണ്. അതിനേലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ വൈറ്റിന്. ഇത് വന്നിട്ട് ഗ്ലാസ് ബീഡാണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഗ്ലോസി ടൈപ്പ് ബീഡാണ്. പിന്നെ ഇത് വന്നിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബീഡാണ്. പിന്നെ ഈ ഒരു ബീഡഡ് ജ്വല്ലറി മേക്കിങ്ങിന്റെ ബീഡ്സ് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇത് വന്നിട്ട് 8mm വരുന്ന ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് കട്ട് ബീഡ്സ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കൂടുതലും കട്ട് ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട്. കട്ട് ബീഡ്സിൽ ഇയർ
ഒരു റെഡും അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും ആണ് കേട്ടോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് 4mm വരുന്ന ഈ കാണുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇതും നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബീഡ്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.